മഹത്വപ്പെടുമാറാകട്ടെ. ആൽബമിത്രം ബ്ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം നോക്കാം. രണ്ട് രാജാക്കന്മാർ 18-ലും 19-ലും ഇത് വിവരിച്ചിരിക്കുന്നു. അവൻ വാഴ്ച തുടങ്ങി ആദ്യത്തെ 4 വർഷക്കാലം ദൈവം അവനെ അനുഗ്രഹിച്ചു. അവൻ യഹോവയിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തിൻ്റെ പ്രസാദമായുള്ളത് ചെയ്തു. അവൻ്റെ അപ്പനായ ആഹാസിൻ്റെ പോലെയല്ല, രാജ്യത്തെ മുഴുവനും ശുദ്ധമാക്കി. അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹസ്തംഭങ്ങളെ തകർത്തു, അശേര പ്രതിഷ്ഠകളെ വെട്ടിമുറിച്ചു. മോശയുണ്ടാക്കിയ താമ്രസർപ്പവും ഇടിച്ചു കളഞ്ഞു. അവൻ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. അവൻ്റെ മുമ്പും പിമ്പും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോളം തുല്യനായി ഇരുന്നില്ല. അവൻ യഹോവയോട് ചേർന്നിരുന്നു. അവനെ വിട്ടു പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടന്നു. യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ 14-ാം ആണ്ടിൽ യഹൂദ പട്ടണങ്ങൾ അശ്ശൂർ രാജാവ് പിടിച്ചു. തന്നെ വിട്ടു പോകണമെന്നും താൻ പിഴയടച്ചു കൊള്ളാമെന്നും രാജാവ് പറഞ്ഞയച്ചപ്പോൾ അവൻ പറഞ്ഞു. മറുപടിയാണ് 18-19 മുതൽ നാം വായിക്കുമ്പോൾ, 3 പ്രാവശ്യം നീ ആശ്രയിക്കുന്ന ദൈവം നിന്നെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കയില്ല എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് രാജാവിനെ അവമാനിക്കുന്നത് കാണാം. എന്നാൽ യഹോവയായ ദൈവം പറഞ്ഞു, നീ അവരെ ഭയപ്പെടരുത്. ഞാൻ അവന് ഒരു മനോവിഭ്രമം വരുത്തും. അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. അവൻ അവിടെ കൊല്ലപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചതായി നാം കാണുന്നു. അവർ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവം അവനെ വിടുവിക്കുകയും ചെയ്തു. യഹോവയിൽ ആശ്രയിക്കുന്നവരെ വിടുവിക്കേണ്ടതിന്, തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെങ്ങും യഹോവയുടെ കണ്ണ് ഊടാടി നടക്കുന്നു. 1 ദിനവൃത്താന്തം 15-6. ഇങ്ങനെ ഇന്നും അങ്ങനെ തന്നെ നമ്മെ രക്ഷിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലെങ്ങും ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. സങ്കീർത്തനം 2:10 യഹോവയിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് കാണുന്നു. സങ്കീർത്തനം 5:11 യഹോവയിൽ ആശ്രയിക്കുന്നവർ എല്ലാവരും സന്തോഷിച്ച് ആർക്കും എന്ന് നാം വായിക്കുന്നു. 7:1 നാം വായിക്കുന്നത്, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്ന്. സങ്കീർത്തനം 16:1 ഞാൻ നിന്നെ ശരണം ആക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. സങ്കീർത്തനം 35:1 ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാൾ ലജ്ജിച്ചു പോകരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 71:1 ഇതേ ആശയം കാണാം. അതെല്ലാം ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളാണ്. അവൻ കടന്നു പോകുന്ന ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും തനിക്ക് ആശ്രയിപ്പാൻ യഹോവയായ ദൈവം മാത്രമേ ഉണ്ടായിരുന്നത്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്നു. ആശ്രയം, ശരണം എന്ന വാക്കും വേദപുസ്തകങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കും ആശ്വാസവും ഉറപ്പും ധൈര്യവും നൽകുന്നു. നാം ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് നാം അറിഞ്ഞ് അവനിൽ ആശ്രയിച്ച് സകല ചിന്താലും അവൻ്റെ മേലിട്ടുകൊണ്ട് നമ്മുടെ ഓട്ടസ്ഥിതിയോടെ വിശ്വാസ നായകനും പൂർത്തിവച്ചനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഓടാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ രുചിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ കർത്താവിൽ ആശ്രയിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവച്ചനുമായ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഓട്ടസ്ഥിതിയോടെ ഓടുക. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവന് അധികാരം കൊടുത്തു. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്ന് ഓരോ ദിവസവും ദൈവനാമത്വത്തിനായിട്ട് ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.